ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ബ്രെഡ് വെച്ചിട്ടൊരു വടയാണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാനത് ചുമ്മാ കട്ട് ചെയ്തെന്ന് മാത്രമുള്ളൂ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾക്കൊന്ന് പൊടിച്ച് കൊടുക്കാം. ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ 7 ബ്രെഡിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ തൈര് എന്ന് പറഞ്ഞാൽ അധികം പുളിയൊന്നുമില്ല. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കൈ വെച്ച് തന്നെ ഇതൊന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾക്ക് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു തൈരും ബ്രെഡും നന്നായിട്ടൊന്ന് കുതിർന്ന് സെറ്റായി വരും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സവാള ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സവാള തന്നെ ചെറുതാക്കി മുറിച്ചിട്ടാൽ മതി. അതാവുമ്പോൾ നമുക്ക് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഞാൻ നല്ല എരിവുള്ളതാണ്, അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ആ ഒരു ബ്രെഡിൻ്റെ ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കുത്തുമുളകാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. അതേപോലെ 3 ടേബിൾ സ്പൂൺ അരിമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ബ്രെഡ് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് കുഴച്ച് നോക്കുമ്പോൾ വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ആ ഒരു മാവിൻ്റെ കൺസ് നോക്കിയിട്ട് നമുക്ക് വെള്ളം കൂട്ടണ്ടെങ്കിൽ കൂട്ടണ്ട. അപ്പോൾ ഞാനിതിൽ ഇത്തിരി വെള്ളം കൂട്ടിയിട്ടുണ്ട്, കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരേ ഉരുളകളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് വടയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാത്തവർ ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതേപോലെ ഒരു ചട്നി ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വട അടിപൊളിയായിട്ട് കഴിക്കാം. കുട്ടികൾക്കും അതേപോലെ തന്നെ ഗസ്റ്റുകൾക്ക് വരുമ്പോഴൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇന്ന് ഞാൻ കുക്കറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നതാണ്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ഇത്തിരി ലെമൺ തോടോ അതല്ലെങ്കിൽ ലെമൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളം കളയണം. അത് ഈ ഒരു കുക്കറിനൊക്കെ കുറച്ച് അതിൽ പൊടിയും കാര്യങ്ങളും അതേപോലെ തന്നെ ഈ വാഷറിൻ്റെ അതൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നല്ലതാണ് ഈ വെള്ളം തിളപ്പിച്ചിട്ട് അതൊന്ന് കളയുന്നത്. നമ്മൾ ആ കുക്കർ കൊണ്ടുവന്നിട്ട് വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാലൊന്നും ആ ഒരു ബ്ലാക്ക് കളർ പോവില്ല. അപ്പോൾ നമ്മളൊന്ന് അതൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കുക്കറിൻ്റെ ഒക്കെ വാഷറൊക്കെ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ലൂസായ ആ വാഷർ വെച്ചിട്ട് നമ്മളൊരിക്കലും കുക്കറൊന്നും അടുപ്പത്ത് വെക്കരുത്. ഒന്നുമില്ല, അത് നന്നായിട്ടൊന്നൊരു പാത്രത്തിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോഴും നമ്മളുടെ ആ വാഷർ നന്നായിട്ട് ടൈറ്റായിട്ട് വരും. അതേപോലെ നമ്മൾ ഈ കുക്കറൊക്കെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഉൾഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് വെക്കണം. അതിലൊക്കെ നമ്മളുടെ ഈ ഒരു ഭക്ഷണം വെക്കുന്ന അഴുക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരിക്കലും നേരെയായിട്ട് നമ്മൾ കുക്കർ വെക്കാൻ പാടില്ല. എപ്പോഴും വലത്തെ സൈഡിലേക്കോ ഇടത്തെ സൈഡിലേക്കോ ചെരിച്ച് വേണം കുക്കർ വെക്കാനായിട്ട്. അത് കുക്കർ വെക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, അതാരും ശ്രദ്ധിക്കാറില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾക്കിത് കുക്കർ മേടിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. നിങ്ങളൊരിക്കലും നേരെ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്, എപ്പോഴും പ്രഷർ കുക്കർ സൈഡ് തിരിച്ച് വെക്കണം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും പാചകം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫിസിൽ ഇട്ടിട്ടാണ് നമ്മൾ പാചകം ചെയ്യുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല.
നമ്മളത് പാചകം ചെയ്തിട്ട് അതിൻ്റെ എയർ പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മൾ ആ ഫിസിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതേപോലെ നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ നമ്മൾ നന്നായിട്ട് ചുരുട്ടിയതിന് ശേഷം വെച്ചിട്ട് വെള്ളം തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിലൊക്കെ ഒരുപാട് ഈ പയറ് പരിപ്പ് അതേപോലെ തന്നെ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ കയറി അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഇത് ഊരാൻ കിട്ടുന്നതാണ്. ആ ഒരു വാഷർ നമുക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാം. അപ്പോൾ ഊരിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നന്നായിട്ട് കുത്തിയിളക്കി കഴുകിയെടുക്കണം. അതേപോലെ നമ്മളുടെ ഈ ഒരു കുക്കറിൻ്റെ മൂടിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് എയർ വരുന്നത്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ടൊരു സൂചി ഇട്ടിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ നൈസായിട്ടുള്ളൊരു സാധനം ഇട്ട് നമ്മൾ നന്നായിട്ട് അത് വെള്ളം തിരിച്ചിട്ടിട്ട് മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് വെള്ളം തിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൽ തടഞ്ഞു നിൽക്കുന്ന അഴുക്കൊക്കെ പോയിക്കോളും. ഒരിക്കലും വെള്ളം ഒഴിക്കാതെ നമ്മളിത് കുത്തി കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുക്കർ കൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരുപാട് ആൾക്കാർ കുക്കർ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്, തീ പൊള്ളലേറ്റിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുക്കർ മേടിക്കാൻ ചെന്നപ്പോൾ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നിങ്ങൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കുക്കറൊക്കെ നമുക്ക് എപ്പോഴും ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ കുക്കർ വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല കമ്പനിയുടേത് വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ തല്ലിപ്പൊളി കമ്പനിയൊന്നും ഒരിക്കലും വാങ്ങിക്കരുത്. അതേപോലെ നമ്മളുടെ കുക്കറിന് അടവുണ്ടോ എന്നറിയാനായിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുക്കറിൻ്റെ മൂടിയുടെ ഉള്ളിലൊന്നും അഴുക്കൊന്നുമില്ല, നല്ല ക്ലിയർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ നമ്മൾ കുക്കർ അടപ്പത്ത് വെച്ചിട്ട് ഫിസിൽ വിളിക്കുന്ന ആ ഒരു ടൈമിൽ ഒരിക്കലും നമ്മൾ അവിടെ നിന്നിട്ട് ഫോണിൽ സംസാരിക്കാൻ പാടില്ല. ഇപ്പം അടുത്ത് തന്നെ ഒരു ടീച്ചറാണ് ഇതേപോലെ തന്നെ കുക്കർ അടപ്പത്ത് വെച്ച് ഫിസിൽ വിളിക്കുന്ന ടൈമിൽ ഫോണിൽ സംസാരിക്കുമായിരുന്നു. ആ ടൈമിൽ പെട്ടെന്ന് ഫോണും പൊട്ടിത്തെറിച്ച് കുക്കറും പൊട്ടിത്തെറിച്ച് അപ്പം തന്നെ അവർ മരിച്ച്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഒരുപാട് പേര് കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ പൊള്ളലേറ്റിട്ടുണ്ട്, മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ എപ്പോഴും കുക്കർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആ ഒരു എയർ പുറത്തേക്ക് വരുന്ന ടൈമിൽ മാത്രം നമ്മൾ അതിലേക്ക് ഫിസിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ആണിയൊക്കെ അഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലവരൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മളത് അപ്പം തന്നെ ടൈറ്റാക്കി കൊടുക്കണം. അതേപോലെ പിടിയൊക്കെ ചിലപ്പോൾ നമ്മൾ പിടിക്കുന്ന ടൈമിലൊക്കെ കയ്യിൽ നിന്ന് അതൊക്കെ വീണ് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പിടിയൊക്കെ ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമ്മളത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നവർ നന്നായിട്ട് കെയർ ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ നമ്മൾ വാഷർ ഇടുന്നതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എപ്പോഴും ക്ലിയർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇതേപോലത്തെ റബ്ബർ ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണം ഇതേപോലെ ചുറ്റിട്ട് കൊടുത്താൽ മതി. അപ്പോഴും നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുക. അതേപോലെ നമ്മൾ കുക്കർ അടപ്പത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ കുട്ടികളൊന്നും നമ്മൾ അവിടെ ഇരുത്തരുത്. ഇപ്പോൾ നമ്മളുടെ ഒമാനിൽ തന്നെ ഇതേപോലെ അവർ കുക്കർ ഓൺ ചെയ്ത് വെച്ച് കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കുക്കർ മുകളിലേക്ക് പോയിട്ട് താഴെ വന്ന് പൊട്ടിത്തെറിച്ച്. അപ്പോഴത്തേക്കും അവർ ഭാഗ്യത്തിന് ആ കുട്ടീനെ അവരെങ്ങനെയോ വലിച്ച് എടുത്ത്. അതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിലത്തെ അവസ്ഥ? അങ്ങനെ കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് വീടിൻ്റെ മോൾ ഭാഗമൊക്കെ തകർന്നു പോയി. അപ്പം നമ്മളെപ്പോഴും കുക്കറൊക്കെ അടപ്പത്ത് വെക്കുമ്പോൾ കുട്ടികളൊക്കെ കെയർ ചെയ്യുക. ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പറഞ്ഞയക്കരുത്. അതേപോലെ തന്നെ നമ്മളുടെ ജനലും വാതിലൊക്കെ നമ്മൾ കുക്കർ അടപ്പത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. എക്സസ് ഫാൻ ഉണ്ടെങ്കിൽ അതിട്ട് വെക്കുക. അപ്പോൾ കുറേ എയറൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പൊക്കോളും. അപ്പം എല്ലാവരും ഇങ്ങനത്തെ കുക്കറൊക്കെ ഉപയോഗിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളെ കുക്കർ എപ്പോഴും ഇങ്ങനെ തുറക്കലും അടക്കലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഭാഗം. അതേപോലെ നമുക്ക് കടക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ കുക്കറിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ തുറക്കുന്നതും അടക്കുന്നതും. അപ്പോൾ എപ്പോഴും അതിങ്ങനെ മടങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കണം എന്നവർ പറയുന്നു. അപ്പോൾ നമ്മളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.